എടാ നീ തോർത്തുകൊണ്ടെടുത്ത് വെച്ചേ. ആ എണ്ണം കുപ്പിയോടാ വച്ചത് കാണും. അവിടെ കാണും നോക്ക. ആ ആ ഗോപന്റെ കാര്യം എത്രയും വേഗം ശരിയാക്കണം. അമ്മേ ഞാനത് നോക്കുന്നുണ്ട്. അല്ല, അച്ഛന് സുഖമില്ലാത്തതുകൊണ്ടാണ് കുടുംബത്തിലെല്ലാവരും കൂടിയിരിക്കണേന്ന് തൽക്കാലം നമുക്ക് കുറച്ച് ദിവസം പറഞ്ഞു നിൽക്കാം. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭേദമായി വീട്ടിലെത്തില്ലേ. അപ്പൊ പിന്നെയും ഗോപനെ ഇവിടെ കണ്ട ജോലി പോയി ഭാര്യ വീട്ടിൽ താമസമാണെന്ന് നാട്ടുകാരെല്ലാം മണത്തറിയും. പിള്ളേരായില്ലേ എന്നുള്ള ചോദ്യത്തിന് പുറമെ ജോലിയായില്ലേ എന്നുള്ള ചോദ്യവും കൂടെ വരും. നാണക്കേട് നമുക്കും കൂടാ. ഇതൊക്കെ ആലോചിച്ചുള്ള വേവലാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നോ മേഡം? അച്ഛനും പ്രതി അങ്ങനെയൊക്കെ പറയണോ? 19 കൊല്ലമായിട്ട് അദ്ദേഹത്തിനോട് താമസിക്കല്ലേ. ആ മനസ്സ് നന്നായി വായിക്കാൻ അറിയാം. ആ പ്രസാദേ. ആ ശശിട്ടാ, ഞങ്ങൾ മധുവിന്റെ വീട്ടിൽ തീർത്തുണ്ട്. അവിടെ എപ്പോഴാ വേണ്ട ഡേറ്റ് നോക്കി പറഞ്ഞാൽ മതി. എടാ ഇവിടെ പൂജ നടത്താനുള്ള ഒരു അവസ്ഥയിലല്ല. ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം ഓട്ടത്തില്ല. അച്ഛനൊന്ന് ഡിസ്ചാർജ് ആയിക്കോട്ടെ. അല്ല അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ അതോ? അല്ല വേണ്ട, നിന്റെ വീട്ടിലും സുഭാഷിന്റെ വീട്ടിലൊക്കെ ചെയ്യും. അപ്പോഴത്തേക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാവും. അയ്യോ താങ്ക്സ്. ആ പിന്നെ നീ ആ പ്രസ് വിളിച്ചിട്ട് പൂജയുടെ നോട്ടീസിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കുക. അത് എന്ന് കിട്ടുന്നോ അതിന്റെ പിറ്റേ ദിവസം തന്നെ പത്രത്തിൽ കയറ്റാനുള്ള ഏർപ്പാടും ഉണ്ടാക്കണം. പിന്നെ ഈ ഹോസ്പിറ്റലുകള്, അമ്പലങ്ങള്, ഇതുപോലെ സങ്കടവും പ്രാർത്ഥനയായിട്ട് ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ചറ പറ കൊടുത്തേ. ഓക്കെ ഓക്കെ. എവിടെയായിരുന്നടാ? വീട്ടിലെ ഗ്യാസ് തീർന്നു പോയത്. പിന്നെ ഏജൻസി പോയി പുതിയ കുറ്റി എടുത്തു വന്നിട്ട് നീ ക്യാൻറ്റീനിലേക്ക് അല്ലേ ഞാൻ കൊടുത്തിട്ട് വരും. ഇവിടെ ആരാ അഡ്മിറ്റ് ആയിരിക്കണേ? എന്തേ ഈ കഞ്ഞിയൊക്കെ അച്ഛൻ മാത്രം കുടിച്ചാ പോരെ? നിങ്ങൾക്ക് കഴിക്കാൻ വീട്ടിലുണ്ടാക്കണ എന്തെങ്കിലുമൊക്കെ എനിക്കും കൂടെ കൊണ്ടുപോവാ. ഇത് കഴിച്ച് നാവ് ചത്തു. അതിനോട് ഉണ്ടാക്കും. ഇനി എത്ര ദിവസം കൂടെ കിടക്കേണ്ടി വരുമെന്ന് അങ്ങനെ ഡോക്ടർ പറഞ്ഞു? അതൊന്നും പറഞ്ഞില്ല. ഹാർട്ട് വീക്കാ. ഇനിയൊന്നുകൂടെ ഉണ്ടായ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. ആ സൈഡ് പാരലൈസ് ആയിട്ട് ചികിത്സിച്ചാൽ പോകും.